LDF ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ റവന്യൂ മന്ത്രി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സഖാവ് CN ജയദേവൻ, MM വർഗീസ്, ജോസ് മാളിയേക്കൽ, വത്സൻ, CK ചന്ദ്രൻ, KP ദിവാകരൻ മാസ്റ്റർ, KC പ്രേമരാജൻ, TK സുധീഷ്, K ശ്രീകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്ത് വളർന്നുവരുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളും പുതിയ ധ്രുവീകരണമെല്ലാം കടന്നുകൊണ്ടുമ്പോൾ ഇന്ത്യയുടെ ഭരണാധികാരത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികളുടെ ഒരു വലിയ ഒത്തുചുരുക്കുന്ന പ്രവർത്തനത്തിന്റെ ആ ശക്തിയും മുന്നണിയും അതിന്റെ ആ കൂട്ടുചേരലും രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങൾ താല്പര്യപൂർവ്വം വളരെ പ്രതീക്ഷാപൂർവ്വം നോക്കിക്കാണുന്നു എന്നാണ് ഓരോ ദിവസത്തെയും പുറത്തുനിന്ന് വരുന്ന വാർത്തകൾ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകുന്നത്. കോൺഗ്രസും BJPയും അല്ലാത്ത 2040 കൂടി കൊടുക്കാനുള്ള ആ നിയമം നടപ്പാക്കുന്നതിലേക്കുള്ള പുതിയ വനാവകാശ ആദിവാസി ഭൂമി വിതരണത്തിനുള്ള നിയമം ഏത് രാജ്യത്ത് നടപ്പാക്കാം എന്ന് മറ്റു സംസ്ഥാനങ്ങൾ കൂടി കാണിച്ചു കൊടുക്കുന്ന വിധത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഞങ്ങൾ മന്ത്രിസഭയുടെ ചർച്ച ചെയ്തു. മന്ത്രിസഭ അതിന് മന്ത്രിമാരുടെ ഉപസമിതി രൂപീകരിച്ച് മന്ത്രിമാർ വിവിധ വകുപ്പുകൾ മന്ത്രിമാരെ ചുമതലപ്പെടുത്തുന്ന തന്നെ ആദിവാസികളുടെ മേഖലയിലേക്കാണ്. വയനാട് ജില്ലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളെല്ലാം ആ ചടങ്ങിൽ പങ്കെടുക്കുക. ആയിരക്കണക്കിന് ആദിവാസി സഹോദരങ്ങളുടെ മഹാസമ്മേളനത്തിൽ വെച്ച് ആദിവാസികൾക്ക് ഭൂമി കൊടുക്കുന്നതിന്റെ വനാവകാശ കൈവശരേഖ കൈമാറി. അത് ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയാണ്. കഴിഞ്ഞ 2004 തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മയുണ്ട്. 2004